എറണാകുളം പുത്തൻവേലിക്കരയിൽ ടോമിയുടെയും ആനിയുടെയും മകനായി ജനിച്ചു. സെന്റ് ആൽബർട്ട്സിൽ നിന്ന് പ്രീ ഡിഗ്രിയും മഹാരാജാസിൽ നിന്ന് ബിരുദവും കരസ്ഥമാക്കി. പിന്നീട് ബാംഗ്ലൂർ RML കോളേജിൽ നിന്ന് ലോയും കംപ്ലീറ്റ് ചെയ്തു. മിമിക് സെക്ഷൻ 500 എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചു. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന ചിത്രമാണ് കരിയറിലെ ബ്രേക്ക് ത്രൂ ആയത്. നമുക്കെല്ലാം പ്രിയപ്പെട്ട ടിനിട്ടോ. സിനിമയുടെ മുൻപുള്ള ലൈഫ് അതിനുശേഷമുള്ള ലൈഫ് എന്ന് രണ്ട് ഭാഗമായിട്ട് എൻ്റെ ജീവിതം മാറ്റാൻ സാധിക്കില്ല. എന്ന് മുതൽ എൻ്റെ ഓർമ്മയിൽ ഞാനുണ്ടോ അന്ന് മുതൽ ഒരേ സ്വഭാവം തന്നെയാണ് കീപ്പ് ചെയ്തു പോകുന്നത്. പിന്നെ സിനിമയിൽ വരുമ്പോൾ എപ്പോഴും ഈ തെരുവിൽ സർക്കസ് ചെയ്യുന്നവനും സിൽവർ സ്ക്രീനിൽ വരുമ്പോഴാണ് സ്റ്റാറായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. തെരുവിൽ സർക്കസ് ചെയ്യുന്നവനും കലാകാരനാണ്, പക്ഷേ അവന് ലോകം അംഗീകരിക്കുന്നത് സിൽവർ സ്ക്രീനിൽ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ എൻ്റെ മിനി സ്ക്രീനിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അപ്രോച്ച് അല്ല ഇപ്പോൾ. നമ്മളൊരു ഫിലിം വേൾഡിലേക്ക് വന്നു, ഒരു ലൈം ലൈറ്റിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ കുറച്ച് കൂടുതൽ സ്നേഹവും ബഹുമാനവും എല്ലാം കിട്ടുന്നുണ്ട്. പട്ടാളം എന്ന ചിത്രത്തിലാണ് ഒരു ക്യാരക്ടറായിട്ട് ഞാൻ ചെയ്യുന്നത്. അത് വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ല, പക്ഷേ TV യിൽ വന്നപ്പോൾ ജനങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തു, ലാൽ ജോസിൻ്റെ ചിത്രത്തിലൂടെയാണ്. പിന്നെ അതിന് മുൻപ് ഞാൻ മിമിക് സെക്ഷൻ 500 എന്ന ചെറിയ വേഷം അതിൽ ഞാൻ ചെയ്തിരുന്നു. പിന്നീട് പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞൊരു ചിത്രത്തിൽ ഞാൻ ചെയ്തിരുന്നു. എല്ലാം പടിപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഫിലിമിലേക്കൊരു എൻട്രി, അതായത് ഇതുപോലൊരു ചെയർ എനിക്ക് കിട്ടിയത് പ്രാഞ്ചിയേട്ടന് ശേഷമാണ്. പ്രാഞ്ചിയേട്ടനാണ് എൻ്റെ യഥാർത്ഥത്തിൽ ക്യാരക്ടറായിട്ട്. അതിന് ഇടയിൽ ഞാൻ ഈ പട്ടാളത്തിന് ശേഷം ഞാൻ മിനി സ്ക്രീൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അതായത് ഒരു പ്രൊജക്ട് ഡിസൈനറിൻ്റെ പോലെയായിരുന്നു ഞാൻ, ഒരു പ്രൊഡ്യൂസറിൻ്റെ പോലെ തന്നെ. അതായത് ചായ വരെ നമ്മൾ കൊടുക്കുന്നു, മേക്കപ്പിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നു, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പലരും ചോദിക്കുന്നു ഇപ്പോൾ സിനിമയിൽ തിരക്കായാലും, ഞാൻ തിരക്കല്ല, സിനിമയിൽ സമാധാനം കിട്ടിയെന്ന് പറയും. കാരണം ഒരു ഡയലോഗ് 2 ഡയലോഗ് പറഞ്ഞാൽ മാറി ഇതുപോലെ തന്നെ ഇരിക്കാം. TV പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഒപ്പം പോകുമ്പോൾ നമ്മൾ തലേ ദിവസം മുതലേ വർക്കിംഗ് നാളത്തേന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു യുഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. ആദ്യ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ലാൽ ജോസ് സാറിൻ്റെ പട്ടാളമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിന്നെ പ്രാഞ്ചിയേട്ടനിലൂടെയാണ് യഥാർത്ഥത്തിൽ എന്നിലുള്ളൊരു ശിലയിൽ ഒരു ശില്പമുണ്ടെന്ന് കണ്ടെത്തിയത് ശില്പിയായ രഞ്ജിത്ത് സാറാണ്. അപ്പം ഞാൻ വെറൊരു ശിലയായിരുന്നു, എന്നിൽ എന്തെങ്കിലും ഉണ്ട് എന്നറിയുന്ന, ഒരു സത്തുണ്ടോ എന്ന് അറിയുന്നത് രഞ്ജിത്ത് സാറിലൂടെ തന്നെയാണ്. അപ്പോൾ എന്നെ മനസ്സിലാക്കിയത് കോഴിക്കോട് നിന്ന് വന്ന എറണാകുളം ജില്ലക്കാരനായ എന്നെ മനസ്സിലാക്കിയത് കോഴിക്കോട് നിന്ന് വന്നുള്ള ഒരു ഡയറക്ടറായിരുന്നു. രഞ്ജിത്ത് സാറിനെ കുറിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്നത് പോലെ ഞാനതിന് അർത്ഥം കണ്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു വ്യാഖ്യാനം, ഒരു ഡെഫിനിഷൻ തരുന്നത്, ഗോഡ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം തരുന്ന ആളാണ്, ഫാദർ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ആൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും തന്നൊരു ഡയറക്ടറാണ് രഞ്ജിത്ത് സാറ്. അപ്പോൾ എൻ്റെ ആ രീതിയിൽ ഞാൻ പറയുമ്പോൾ ഗോഡ് ഫാദറാണ്. പിന്നെ രഞ്ജിത്ത് സാറിനെ കുറിച്ച് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എനിക്ക് പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന ചിത്രം ഒരു ക്രാഷ് കോഴ്സായിരുന്നു. ഒരു 2 മാസം ഞാൻ അദ്ദേഹത്തിനോടൊപ്പം, ദേശീയ അവാർഡ് ജേതാക്കളുടെ നടുക്ക് ഞാൻ മാത്രം, ഒരു ലോക്കൽ അവാർഡ് പോലും കിട്ടാത്ത ഒരു ലോക്കൽ സ്റ്റാറാണ്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഈ അഭിനയത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചത് മറ്റുള്ള ചിത്രങ്ങളിൽ ചെന്നപ്പോൾ വളരെയധികം ഉപകരിച്ചു. അതിൻ്റെ ഒരു സീരിയസ്നെസ്, ഫിലിമിൻ്റെ ഒരു സീരിയസ്നെസ്, അഭിനയിക്കാൻ മാറി തമാശ പറയാമെന്നുള്ളതല്ല ആ സെറ്റിൽ. എപ്പോഴും ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ അതിനൊരു ആത്മാവ് ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ പഠിച്ചത് അവിടെ നിന്നാണ്. പിന്നെ അതിന് ശേഷമാണ് ഇന്ത്യൻ റുപ്പിയിൽ തിലകൻ ചേട്ടനെ പോലെയുള്ള ജീനിയസ് ആയിട്ടുള്ള എങ്ങനെ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യണം, അതിൻ്റെ ബോഡി ലാംഗ്വേജ് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്താണ്. പിന്നെ ഇപ്പോൾ ഹീറോ എന്ന് പറയുന്ന ചിത്രത്തിൽ വേണുചേട്ടൻ ഡയലോഗ് ഇല്ലെങ്കിലും എങ്ങനെ അഭിനയിക്കണം എന്നുള്ളൊരു ട്രെയിനിങ് തന്നു. അപ്പോൾ ഞാനൊരു വലിയ സിനിമാ കുടുംബത്തിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ ഇതുപോലുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ്. അത് സിനിമയിലൊന്ന് എസ്റ്റാബ്ലിഷ് ആയപ്പോൾ തന്നെ ഈ പ്രതിഭകളോടൊപ്പം സഹകരിക്കാൻ സാധിച്ചത് ഭാഗ്യമാണ്. നമുക്കായിട്ട് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിനെ കുറിച്ചുള്ള ട്രെയിനിങ് കിട്ടും എന്നുള്ളതാണ്. എപ്പോഴും നമ്മളോട് പറയുന്നത് തന്നെയാണ്, സിനിമയൊക്കെ ഓക്കെ, പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് ഫോർ ഫാമിലി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം ഫാമിലി, അതിനുശേഷം സിനിമ. അത് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്, മമ്മൂക്കയേക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് ജയസൂര്യ എന്ന് പറയുന്ന നടൻ്റെ അടുത്ത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ തൊടുപുഴയിലാണെങ്കിൽ പോലും ഷൂട്ടിംഗ് കഴിഞ്ഞാൽ രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്താൻ ക്ഷീണിതനായിരിക്കും നമ്മൾ. പക്ഷേ ജയസൂര്യ പൊള്ളാച്ചിയിൽ നിന്ന് വൈകിട്ട് ഷൂട്ട് കഴിഞ്ഞാൽ 5 മണിക്ക് വീട്ടിലെത്തിയതിന് ശേഷം വെളുപ്പിനെ 4 മണിക്ക് തിരിച്ച് പൊള്ളാച്ചിയിലേക്ക് പോകുന്നു. ഇത്രയും നല്ലൊരു ഫാമിലി മാനെ ഞാൻ മലയാള സിനിമയിൽ അല്ലാന്നല്ല പറയുന്നത്, പക്ഷേ ഇത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ട്. മമ്മൂക്ക, പിന്നെ ജയസൂര്യ ഇപ്പോൾ വൈഫ് കുഞ്ഞ് ജനിച്ച് 1 മാസം ലീവ് എടുത്തിരിക്കുക അതിന് വേണ്ടിയിട്ട്.
അപ്പം ഞാൻ ഓർത്തു അവനല്ലല്ലോ പ്രസവിച്ചത്, പക്ഷേ ജയസൂര്യല്ല പ്രസവിച്ചത്, പക്ഷേ അവൻ ഇപ്പോൾ ഗർഭകാല ശുശ്രൂഷയല്ല പുള്ളി. അപ്പോൾ അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. സിനിമയിൽ ഈ ഇത്രയും ഫാമിലിക്ക് വേണ്ടി ഇത്ര ഡെഡിക്കേറ്റഡ് നമ്മളല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരുത്തരിൽ നിന്നും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയത്തേക്കാൾ കൂടുതൽ ഡ്രൈവിങ്ങാണ് പഠിപ്പിച്ചു തന്നത്. കാരണം ബെൻസ് കാറിലിരിക്കുമ്പോൾ മമ്മൂക്ക ഫസ്റ്റ് ഇട്ടിട്ട് വേണം സെക്കൻഡ് ഇടാൻ, സെക്കൻഡ് ഇട്ടിട്ടല്ല ഫസ്റ്റ് ഇടേണ്ടത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും മമ്മൂക്ക ഞാൻ അഭിനയിക്കാനാണ് ഇരിക്കുന്നത്, ഡ്രൈവിംഗ് പഠിക്കാനല്ല. പക്ഷേ മമ്മൂക്ക നല്ലൊരു ബെസ്റ്റ് ഡ്രൈവറാണ്, അപ്പോൾ ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ രണ്ട് കാര്യമാണ് അന്ന് നടന്നത്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ അഭിനയം പഠിക്കുന്നതിനോടൊപ്പം ഡ്രൈവിംഗ് ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. നല്ല ഡ്രൈവിംഗ്. അതൊരു ഡ്രൈവറാണ്, സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ, തൃശ്ശൂർക്കാരനായ, ഒരു ടീഷർട്ടും ലുങ്കിയും കൊടുക്കുന്ന. സാധാരണ ഈ ഫ്രണ്ട്സൊക്കെ ദുബായിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഒരു ടീഷർട്ട് അയച്ചു കൊടുക്കും. അതിട്ടതിന് ശേഷം മുണ്ടെടുത്ത് ലുങ്കി എടുത്തിട്ട് പശുവിനെ തീറ്റിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ രഞ്ജിത്ത് സാറ് എന്നെ മോൾഡ് ചെയ്തെടുത്താണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉപകരണമായി മാറുകയായിരുന്നു. കാരണം സുബ്രഹ്മണ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ ഡ്രസ്സൊക്കെ തന്നതിന് ശേഷം ഇങ്ങനെ മമ്മൂക്ക പ്രാഞ്ചിയേട്ടൻ്റെ ഡ്രൈവറാണ്, എപ്പോഴും കൂടെ സഞ്ചരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ നിഴലെന്നല്ല വളരെ ഒരു സ്ഥാനമുള്ള ഒരാളാണ്. അപ്പോൾ കൂടെ സഞ്ചരിക്കും. പക്ഷേ ഈ ഷൂട്ടിംഗ് തുടങ്ങി 3-ാമത്തെ ദിവസമാണ് എൻ്റെ അടുത്ത് കൈപിടിച്ചിട്ട് രഞ്ജിത്ത് സാറ് പറഞ്ഞത്, നീ ഇന്നാണ് സുബ്രഹ്മണ്യനായി തീർന്നത്, 2 ദിവസം മുമ്പ് നീ ആരെയൊക്കെയോ അനുകരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഇതിലും സുബ്രഹ്മണ്യനായിരുന്നു. പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ക്യാരക്ടറിലേക്കാണ് ഞാൻ മാറുന്നത്. ഇപ്പം അറിയാതെ സംഭവിക്കുന്നതാണ്. ഞാൻ ഒരുപാട് പേരെ അനുകരിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു മാനസം വരുന്നത്. പക്ഷേ പ്രാഞ്ചിയേട്ടൻ കണ്ടതിന് ശേഷം ആരും ഒരാളെ അനുകരിക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞിട്ടില്ല. കാരണം തൃശ്ശൂർ ഭാഷ പറയുന്ന ഒത്തിരി പേര് മലയാള സിനിമയിലുണ്ട്. ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, മണിച്ചേട്ടനുണ്ട്, ഈ ചാലക്കുടി ഭാഷ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചായ്വുള്ള ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണത്. പക്ഷേ അതുമായിട്ട് യാതൊരു പുലബന്ധം ഉണ്ടായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. ഷോട്ട് ഈ മിമിക്സ് ആക്ഷൻ 500 തന്നെയാണ്. അതിൽ അനൗൺസ്മെൻ്റാണ്, അടുത്തതായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ആരംഭിക്കുന്നു എന്ന് പറയുന്നൊരു ഷോട്ടാണ്. അതാണ് ഫസ്റ്റ് ഷോട്ട്. പ്രാഞ്ചിയേട്ടൻ ഫസ്റ്റ് മമ്മൂക്ക സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ വിറക്കുന്നൊരു ഷോട്ടുണ്ട്. അപ്പോൾ ഞാനും വിറക്കുകയായിരുന്നു അപ്പുറത്തുനിന്ന്. അപ്പോൾ ഫ്രെയിമിലേക്ക് വന്നിട്ട് എല്ലാവരും കൈയടിക്കുമെന്ന് പറയുന്നൊരു ഷോട്ടാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് പ്രാഞ്ചിയേട്ടനിൽ. ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദേശീയ അംഗീകാരങ്ങൾ നിരവധി തവണ ലഭിച്ചിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ വേണു സാറ്, പ്രാഞ്ചിയേട്ടൻ്റെ ക്യാമറ. ഞാൻ പുലികളുടെ ഇടയിലൊരു ആട്ടിൻകുട്ടിയായിരുന്നു. കാരണം ഈ വേണു സാർ എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് വിന്നറാണ്, മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് വിന്നറാണ്, ഇപ്പുറത്ത് പ്രിയാമണി നിൽക്കുന്നു നാഷണൽ അവാർഡ് വിന്നറാണ്, രഞ്ജിത്ത് സാറ് നാഷണൽ അവാർഡ് വിന്നറാണ്. എനിക്ക് ക്ലബിൻ്റെ അവാർഡ് പോലും കിട്ടിയിട്ടില്ല ലോക്കൽ. അപ്പോൾ ഒരു ആടിൻ്റെ പോലെയാണ് ഞാൻ, ഇത്രയും സിംഹങ്ങളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വേണു സാർ പെർഫെക്ഷൻ്റെ ആളാണ്. ലൈറ്റിങ്, പ്രാഞ്ചിയേട്ടൻ കാണുമ്പോൾ തന്നെ ക്യാമറ ഉണ്ടോയെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യാം. അത്ര കൂളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉറപ്പ് ഒഴുകുകയാണ്. പിന്നെ ഒച്ച ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, ഭയങ്കര സ്ട്രിക്റ്റാണ് കാര്യങ്ങൾ, എന്താണോ കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് ഷൗട്ടൊക്കെ ചെയ്യും. പക്ഷേ ഈ പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്താ, നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റുള്ള ആൾക്കാരാണ് വേണു സാർ. അതിനുശേഷം എസ് കുമാർ എന്ന് പറഞ്ഞ ക്യാമറ പട്ടാളത്തിൽ അദ്ദേഹത്തിനോടൊപ്പം സഹകരിച്ച്. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടി ക്യാമറ വെക്കുന്നത് ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിൽ എസ് കുമാർ സാർ എനിക്ക് വേണ്ടി മാത്രം ഒരു ട്രോളിങ് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയ വിഖ്യാതരായിട്ടുള്ള ക്യാമറമാൻമാരുടെ മുമ്പിലുള്ള എക്സ്പീരിയൻസ്, അത് ലൈറ്റിങ്ങും എല്ലാം ഞാൻ പറഞ്ഞ ഓരോ സെക്കൻഡ് പോലും പാഴാക്കാതെ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു.